നമുക്ക് അത്യാവശ്യം ഒരു തൈ നട്ട് കഴിഞ്ഞാൽ 3 വർഷം കൊണ്ട് കായ്ക്കും. അതാണ് ഇതിന്റെ പ്രത്യേകത. പിന്നെ ഒരു മൂടുണ്ട്, ഒരു വീട്ടിലേക്ക് ആവശ്യമായി കായ്ച്ചു തുടങ്ങിയൊരു 3-4 ഇല്ല അബിയൊന്നേ ഉണ്ട് ഇതിന്റെ പേര്. ഇതിന് 2 വെർഷൻ ഉണ്ട്. ഇപ്പൊ കരുതി നിപ്പിൾ എന്ന് പറയുന്ന വെറൈറ്റി ഉണ്ട്, ജെയിന്റ് അബിയും ഉണ്ട്. ജെയിന്റ് അബി കുറച്ചുകൂടെ വലിയ കാ. നിപ്പിൾ എന്ന് പറയുമ്പോൾ ടേസ്റ്റ് കൂടുതലാണ്, കായുടെ വലിപ്പം കുറവാണ്. ഇതൊക്കെ ഏഷ്യ എന്നുള്ള എക്സോട്ടിക് ഫ്രൂട്ട്സുകളാണ്. പിന്നെ നമ്മൾ ഈ റംബുട്ടാനെ കുറിച്ച് പറഞ്ഞല്ലോ, റംബുട്ടാനെ കുറിച്ച് പറഞ്ഞ വരിക്കയും കൂഴയും അല്ല. നമ്മള് കൂഴയെന്ന് പറയുന്നത് വിത്തിട്ട് കിളിക്കുന്ന എല്ലാം നമ്മൾ പൊതുസമൂഹം വിത്തിന്ന് വിടാത്തതുകൊണ്ട് അതിന്റെ കൂഴയെന്നൊരു പേര് നാച്ചുറൽ ആയിട്ട് പറയുക. ഈ നമ്മൾ വരിക്കയെന്ന് പറയുന്നത് N18 ആണ്. നമ്മൾ ബഡ് വന്നതിന് ശേഷം, ബഡ് ഇറങ്ങിയതിന് ശേഷം N18 വെറൈറ്റി വന്നപ്പോൾ എല്ലാവരും അതിനെ വഴിക്കെന്ന് പറയും. അതിന്റെ ഒരു പ്രത്യേകത വെച്ചാൽ വലിയ സീഡ് ചെറുതാണ്, മധുരം കൂടുതലാണ്, ഫ്ലഷിന്റെ അളവും കൂടുതലാണ്. അതെ അതെ അതെ, അത് ഏറ്റവും ബെറ്റർ. നമ്മുടെ കേരള ക്ലൈമറ്റിൽ കൃഷി ചെയ്യാൻ പറ്റിയത് അത് വിശ്വാസയോഗ്യമായ സ്ഥലത്ത് വാങ്ങിക്കുക. അതെ, അതാണ്. കാരണം ഇവിടെ ഉണ്ട്. ഞാൻ ഏറ്റവും കൂടുതൽ പ്രൊമോട്ട് ചെയ്യുന്നത് N18 ആണ്. പിന്നെ രണ്ടാമത് സീസറും KG10 ഉണ്ട്. അത് സീസർ വലിയ കുഴപ്പമില്ല, KG10 സ്വീറ്റ്നെസ് ഇല്ല. നമ്മൾ ഒരു പ്രാവശ്യം വാങ്ങി വെച്ച് കൊണ്ടുവച്ചാൽ വലിയ മരമായി.